നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സർവ്വലോകർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും ആശംസിച്ച് ഒരു ക്രിസ്മസ് ദിനം കൂടി. കാരുണ്യസ്പർശവും ക്രിസ്മസ് ആഘോഷങ്ങളും മത്സരങ്ങളുമായി വടക്കാഞ്ചേരി കൊറോന പള്ളി, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി, മുക്കാട്ടുകര സെന്റ് ജോർജസ് പള്ളി, കരുമത്ര ആരോഗ്യമാത പള്ളി എന്നിവിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. സർവ്വലോകത്തിനും സമാധാനവും സന്തോഷവും പ്രത്യാശയും ആശംസിച്ച് ഒരു ക്രിസ്മസ് ദിനം കൂടി. തന്റെ ഏകജാതനെ നൽകാൻ വിധം ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ അടയാളം കൂടിയാണ് ക്രിസ്തുവിന്റെ ജനനം. സന്തോഷവും സമാധാനവുമാണ് ക്രിസ്മസ് ആഹ്വാനം ചെയ്യുന്നത്. ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ലോകത്തിന്റെ എന്നേക്കുമുള്ള നിലനിൽപ്പിനായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആദാമിന്റെ വാരിയലിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ച ദൈവം ലോകത്തെ ആദ്യ ദാമ്പത്യം ആശീർവദിച്ചു. മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. മനുഷ്യനിലൂടെ ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്നു. ആ ദൈവത്തെ മനുഷ്യൻ മറന്ന വർത്തമാനകാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ എവിടെയും കാണുന്നത് ഒറ്റപ്പെട്ട ജീവിതങ്ങളാണ്. വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ, മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ. ഇവിടെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം എന്ന രണ്ടക്ഷരം നാം വീണ്ടും വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കൈവശമുള്ളത് പങ്കിടുന്നിടത്താണ് ദൈവസാന്നിധ്യമുള്ളത്. ആരെയും മാറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് ഒരു കുടുംബം എന്ന ചിന്ത ജനിപ്പിക്കുന്ന ദിവസമാകട്ടെ ക്രിസ്മസ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും CTVയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കാരുണ്യസ്പർശമായി നത്താലെ ഫെസ്റ്റ്. ക്രിസ്മസ് നവവത്സരത്തെ വരവേൽക്കാനായി വടക്കാഞ്ചേരി പൗരാവലിയും വ്യാപാര സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിയും വിവിധ ദേശങ്ങളിലെ ഉത്സവ കമ്മിറ്റികളും വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നഗരസഭയുടെ സഹകരണത്തോടെ നടത്തിയ നത്താലെ ഫെസ്റ്റ് 2024 ഘോഷയാത്ര സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടുപാറ സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെയും സംഗീതത്തിന്റെയും താളത്തിനൊത്ത് ക്രിസ്മസ് പാപ്പാമാർ നൃത്തം ചെയ്തു. നിശ്ചല ദൃശ്യങ്ങളും കരോൾ ഗാനങ്ങളുമായി ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നത്താലെ ഫെസ്റ്റ് സമാപന സമ്മേളനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. കിഡ്നി രോഗികൾക്കായി നൽകുന്ന സാമ്പത്തിക സഹായം കൂടെയുണ്ട് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണം ചെയ്തു. നത്താലെ ഫെസ്റ്റിന്റെ കാരുണ്യസ്പർശമായി കൂടെയുണ്ട് 2024 പദ്ധതിയിൽ 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. അജിത് കുമാർ മലയ്യ, EK കുമാരൻ എന്നിവർ ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർമാർ ഒന്നുചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, നഗരസഭാ കൗൺസിലർമാരായ PN വൈശാഖ്, ജിജി സാംസൺ, സന്ധ്യ കൊടക്കടത്ത്, പ്രകാശ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച നത്താലെ ഫെസ്റ്റിന് NK ടിൻഡോ, ജോയ് ചിറ്റിലപ്പള്ളി, ജോൺസൺ പൂത്തുകര, ടോമി പൂത്തുകര, എഡ്വിൻ തൈക്കാടൻ, സിജോയ് ചിരിയങ്ങടത്ത്, ബെൻസൺ ഫ്രാൻസിസ്, സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ എന്നിവർ നേതൃത്വം നൽകി.
രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി മോന്നത്താലെ മാറ്റൊലിയോടെ തൃശൂവ പേരുണരുകയായി പുകൾ വിളിയോടെ ആനന്ദത്തിനാർപ്പുകളോടെ സാന്തോടെ ആട്ടനാടി പാടി തകർക്കാൻ മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് വികാരി ഫാദർ പോളി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ നെല്ലങ്കര സഹകാർമ്മികനായിരുന്നു. കുർബാനയ്ക്ക് ശേഷം നടന്ന നോമ്പ് തുറക്കൽ ചടങ്ങിന് വികാരി ഫാദർ പോളി നീലങ്കാവിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ആന്റോവി മാത്യു, കൈക്കാരന്മാരായ പി സണ്ണി, ജോണി കുള, ആൻഡോ ചാലിശ്ശേരി, നോബി മേനാശ്ശേരി, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിൽ നടത്തിയ പുൽക്കൂട് പാപ്പ കരോൾഗാന മത്സരങ്ങൾ വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ നെല്ലങ്കര, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ആന്റോവി മാത്യു എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് പാതിര കുർബാനയ്ക്ക് ശേഷം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു.
മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, ഇടവക സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. 24-ന് രാത്രി 11:30 നടന്ന ക്രിസ്മസ് ദിവ്യബലിയിൽ ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ കൽക്കുരിശ് ചുറ്റി നടന്ന പ്രദക്ഷിണവും ശേഷം ദേവാലയം മുറ്റത്ത് സജ്ജമാക്കിയിട്ടുള്ള കമനീയമായ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം സമർപ്പിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ മനോഹരമായ പുൽക്കൂട് ഭക്തജനങ്ങൾക്ക് പുതുമയുള്ള ആകർഷണമായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി തിരുപ്പിറവി സന്ദേശം നൽകി. ദിവ്യബലിക്ക് ശേഷം നോമ്പുവീടൽ ചടങ്ങും ഇടവകയിലെ കുട്ടികൾ അവതരിപ്പിച്ച കരോൾ ഗാനവും സ്കിറ്റും ബോൺനഥാലെ പാപ്പ നൃത്തവും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിവിധങ്ങളായ തിരുകർമ്മങ്ങൾക്കും പരിപാടികൾക്കും കൈക്കാരന്മാരായ വിൻസൻ കവലക്കാട്ട്, ജോൺസൺ പാലക്കൻ, CC സാജൻ, ഡാനി ഡേവിസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ സെബിൻ CK, CLC KCYM അൾത്താര സംഘ അംഗങ്ങൾ, ഇടവക PRO നിധിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്.
ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ. ഭരണഘടനയെ അട്ടിമറിച്ച് ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗവർണർക്കെതിരായ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് തൃശൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടത് സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് CPM കൈപ്പിടിയിലൊതുക്കിയപ്പോഴാണ് ഗവർണർ ഇടപെട്ടത്. പിണറായി വിജയന്റെ ജനാധിപത്യ വിരുദ്ധമായ ബില്ലുകൾ തടഞ്ഞുവെച്ചതാണ് ഗവർണർക്കെതിരായ CPMന്റെ അസഹിഷ്ണുതയ്ക്ക് മറ്റൊരു കാരണം. ഗോവിന്ദന്റെ പാർട്ടിയാണ് എല്ലാ കാലത്തും ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് ഗോവിന്ദൻ ഇപ്പോൾ നടത്തുന്നത്. ഗവർണർ മാറിയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് CPM കരുതരുത്. ഏത് ഗവർണർ വന്നാലും CPM സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താനാവില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യമായ പരിഗണന ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും ലഭിക്കണമെന്ന നിലപാടുള്ള ഏക പാർട്ടിയാണ് BJP. മുനമ്പം വിഷയത്തിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചത് BJPയാണ്. ലവ് ജിഹാദ് വിഷയത്തിലായാലും പോപ്പുലർ ഫ്രണ്ട് ആക്രമണത്തിന്റെ കാര്യത്തിലായാലും ക്രൈസ്തവരുടെ കൂടെ ഒരു പാറ പോലെ ഉറച്ചുനിന്നത് BJP മാത്രമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷാ വിവർത്തനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ KG വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CR ദാസ് എഴുതിയ സുവോളജിക്കൽ പാർക്ക് എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് 11 വയസ്സുകാരനായ ഓസ്റ്റിൻ അജിത്താണ്. എഴുത്തുകാരൻ MO സണ്ണി ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ സുനിൽ കുമാർ, എഴുത്തുകാരായ ബാലചന്ദ്രൻ ഇഫാര, ജയരാജ് മിത്ര, ഉണ്ണികൃഷ്ണൻ സാഹിതി, നദീഫ് കരിമടത്തിൽ, കോലടി നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, ഡോക്ടർ KR ആനന്ദൻ, E നാരായണി എന്നിവർ സംസാരിച്ചു. വളരെ സമ്പന്നമായിട്ടുള്ളൊരു വേദിയായതുകൊണ്ട് എല്ലാവർക്കും പുതിയതായ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതിലും ഈ ഇരിക്കുന്ന സദസ്സിലെ ഒരു 70% പേരെയും സ്ഥിരമായി പോരടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ആ കലാപരിപാടി ഇന്നും തുടരുന്നതിന് പകരം ഇവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതിലാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു കാര്യത്തിൽ വലിയ സന്തോഷവും ആഹ്ലാദവും അതിനേക്കാളേറെ അഭിമാനവും അത് സുവോളജിക്കൽ പാർക്ക് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ കരകരമായിരിക്കുന്നു എന്നുള്ളതിനാണ്. 2016 MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്നിവിടെ തുടർച്ചയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ വരുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട മുദ്രാവാക്യങ്ങളിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതിൽ പറയപ്പെടുന്ന വികസന പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ കാര്യം സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം തന്നെയാണ്. പക്ഷെ എനിക്കൊരു സംശയം യഥാർത്ഥത്തിലുണ്ടായിരുന്നു. 2014 ജീവിച്ചു വരുമ്പോൾ മുളങ്കാടുകൾ നിറഞ്ഞ ഒരുപക്ഷെ നമുക്ക് ഒരു കാലത്ത് ചരിത്രം രേഖപ്പെടുത്തിയാൽ പിടികിട്ടാപ്പുള്ളികൾക്ക് ഇടം മാത്രമായിരുന്ന ഒരു മുളങ്കാടിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോഡ്കോ പറയുന്നതിൽ അർത്ഥതലങ്ങളിലൂടെ ഒരു സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കാൻ സാധ്യമാകുന്നു. സംശയങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നിറഞ്ഞു നിന്ന് ഇവിടുത്തെ മുള മുറിക്കാൻ തന്നെ ഏതാണ്ട് 1.5 വർഷക്കാലത്തിലധികം എടുത്തു. ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിൻ നൂലിൽ ചേരും നേരം
SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ ലീജിയൻ ഓഫ് മേരി എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള കരുമത്ര കോളനി പരിസരത്ത് എല്ലാ വീടുകളിലും കേക്ക് വിതരണം നടത്തി ക്രിസ്മസ് ആഘോഷിച്ചു. ഫാദർ മനോജ് കീഴ്മുട്ടിക്കൽ, LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ബേബി, സിസ്റ്റർ ഡെയ്സി, പ്രസിഡന്റ് മനോജ് പുത്തൂർ, പോൾ നീണ്ടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്മസ് പരിപാടികളിൽ എല്ലാവരും സന്തോഷപൂർവ്വം പങ്കെടുത്തു. താമസിക്കുന്ന ഈ കരുമത്ര ദേശത്തിൻ്റെ ഒക്കെ മക്കളാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ല ക്രിസ്മസ് സന്ദേശം തരിക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. ഒരുപാട് എല്ലാവരും സങ്കടങ്ങളും നിരാശകളും അതുപോലെ തന്നെ പല ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ കൂടുതൽ കൂടിയിരുന്നത്. പിന്നെ കൊറോണയൊക്കെ വന്നു, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിലച്ചു. എന്തായാലും നമ്മളുടെ ആ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ കൂട്ടിയോജിപ്പിക്കാനായിട്ട് ഈ ദിനം കാരണമാകട്ടെ. അപ്പം ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. ലീജിയൻ ഓഫ് മേരിയാണ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ഇവിടെ ഇപ്പോൾ എത്ര പേര് വന്നിട്ടുണ്ടാവും? 7 പേരോളം നമ്മുടെ ആ സംഘടനയിലുള്ളവരുണ്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷം പാപ്പായും കൂട്ടുകാരും സംഘടിപ്പിച്ചു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷനായി. പാപ്പ ശശി നെട്ടിശ്ശേരി കൂട്ടുകാർക്കൊപ്പം ആടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ലാത്തിരി പൂത്തിരി കമ്പിത്തിരപ്പ് മത്താപ്പ് കത്തിച്ച് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി. റിട്ടയർ മേജർ KK ഉണ്ണികൃഷ്ണൻ, A അഭിലാഷ്, K ഗോപാലകൃഷ്ണൻ, T ശ്രീധരൻ, U വിജയൻ, ഫ്രാൻസിസ് പെല്ലിശ്ശേരി, ജോർജ് മഞ്ഞിയിൽ, NP രാമചന്ദ്രൻ, അനിൽകുമാർ തെക്കൂട്ട്, C പഴനിമല, സണ്ണി രാജൻ, ചന്ദ്രൻ വെളുത്തേടത്ത്, ഇന്ദിര സുബ്രഹ്മണ്യൻ, ഷീല, ചന്ദ്രൻ കോച്ചോട്ടിൽ, ചന്ദ്രഹാസൻ എന്നിവർ നേതൃത്വം നൽകി. സമൂഹ മാധ്യമങ്ങളെ കരുതലോടെ ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് വിദ്യാർത്ഥികൾ. കൂടുതൽ ആവേശത്തോടെ സമയം ചെലവഴിക്കുന്ന സമൂഹ മാധ്യമങ്ങളെ കരുതലോടെ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കണമെന്ന് മേജർ P ജസ്റ്റൈജു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മാധ്യമ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ P ജസ്റ്റൈജു. കുട്ടികളിലെ സാമൂഹ്യമാധ്യമ ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യമാധ്യമങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ NSS ക്യാമ്പിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു മേജർ. സമൂഹ മാധ്യമങ്ങളിലെ നന്മതിന്മകൾ പറഞ്ഞുകൊടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണം. നല്ല മാതൃകകൾ നൽകുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഷാനി S, അധ്യാപകരായ ബീന ഡേവിഡ്, ജിസൻ കാക്കശ്ശേരി, PM റയാനത്ത് എന്നിവർ നേതൃത്വം നൽകി. സംവാദത്തിനു ശേഷം സമൂഹമാധ്യമങ്ങൾ കരുതലോടെ ഉപയോഗിക്കുമെന്ന് മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ഭാരതം എൻ്റെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. സമൂഹ മാധ്യമങ്ങൾ ജനനന്മയ്ക്കുള്ളതാണ്. മൊബൈലുകൾ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അതിലെ ചീത്ത അവസരങ്ങൾ വിനിയോഗിക്കുകയില്ലെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ വളർച്ചയെ വലുതാക്കുന്ന വിദ്യയെ
വലുതാക്കുന്ന മൊബൈലിലെ സാങ്കേതിക വിദ്യകളും അറിവുകളും ഉപയോഗിക്കുമെന്നും ഞങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന വികലമായ യൂട്യൂബ്, ഫേസ്ബുക്ക്, കമ്പ്യൂട്ടർ ഗെയിമുകൾ ഞങ്ങൾ കാണുകയില്ലെന്നും അതിൽ നിന്ന് മറ്റുള്ളവരെ വേർതിരിപ്പിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. സത്യമേവ ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടേ കാണാന്നല്ല ഞാൻ പറഞ്ഞു. അവണിശ്ശേരി ഫെസ്റ്റ്, മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം, സാംസ്കാരിക സമ്മേളനവും ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് അംഗം AR രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഴയകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട്, തൃശൂർ ഹൃദയരാഗത്തിന്റെ കരോക്കെ ഗാനമേള, കുറ്റൂർ അഭിനയ നാടക സമിതിയുടെ നാടകം എന്നിവ അരങ്ങേറി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ജോൺസൺ, VR ബാബു, ആതിര അങ്കിരസ് എന്നിവർ സംസാരിച്ചു. ജീവിതത്തിന് ഏറ്റവും വേദനിക്കുന്ന അവസ്ഥയുള്ളത് നിങ്ങൾക്ക് ഏകാന്തത, ഒറ്റയ്ക്ക് ജീവിക്കാൻ വെച്ചാ മരിച്ച് ജീവിക്കാൻ വെച്ചാ ഒരു മനുഷ്യനും രണ്ട് ഹൃദയങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. നല്ല ഹൃദയത്തോട് മാത്രം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവ്വലോകർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും ആശംസിച്ച ഒരു ക്രിസ്മസ് ദിനം കൂടി. കാരുണ്യസ്പർശവും ക്രിസ്മസ് ആഘോഷങ്ങളും മത്സരങ്ങളുമായി വടക്കാഞ്ചേരി ഫൊറോന പള്ളി, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി, മുക്കാട്ടുകര സെന്റ് ജോർജസ് പള്ളി, കരുമത്ര ആരോഗ്യമാത പള്ളി എന്നിവിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.